കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അയക്കുമില്ല. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അയക്കുമില്ല. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാർത്ഥം ഞാൻ ഒഴിഞ്ഞിപ്പോകുന്നു എല്ലാവരും. പ്രസിഡന്റ് അവർക്ക് കത്തും കോപ്പൊക്കെ വന്നു. പറഞ്ഞവരൊക്കെ എവിടെ പോയി? എവിടെ? ഇനി പൊന്നു നാസ്തിക മൗലവിയുടെ പ്രഭാഷണവും സ്തുതിപാഠകന്റെ ചോദ്യവും നിങ്ങൾ കേൾക്കൂ. അദ്ദേഹം ഹക്കിന്റെ പേരാണെന്നതാണ്. ഹക്കിന്റെ മേലാണെന്ന് പറഞ്ഞ പേർക്കും പറയുന്ന സുഖന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞത് ഹക്കിന്റെ പേര് പറയുമ്പോൾ ഇതിന്റെ ഫലം എന്താണെന്ന് നിങ്ങൾ മറന്നുപോയത്? ഇല്ല, ഞങ്ങൾ മറന്നിട്ടില്ല. അതിന്റെ ഫലം ഞങ്ങൾ മറക്കുകയുമില്ല. പണ്ഡിതന്മാരോടും സയ്യിദന്മാരോടും കളിച്ചാൽ അതിനുള്ള ഫലം എന്തായിരിക്കുമെന്നോ? ചിന്തിക്കണം. ഇനിയും വലിയ വലിയ പ്രതിസന്ധികളും ഫലങ്ങളും നേരിടുന്നതിനു മുമ്പ് സ്വയം ചിന്തിക്കുക. പണ്ഡിതന്മാരോടും സയ്യിദന്മാരോടും കളിച്ചാൽ അതിനുള്ള ഫലം എന്തായിരിക്കുമെന്നോ? പൊന്നു നാസ്തിക മൗലവി, താങ്കൾ തന്നെ മഹാനായ ശംസുൽ ഉലമയ്ക്കെതിരെ കളിയല്ല എന്ന പേരിൽ 6/9/1983 ചാവക്കാട് നിന്ന് പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ഈ ഉസ്താദിന് ഖാലിയാകാൻ പറ്റാത്ത ചില ദുർബലതകളുണ്ടെന്നും കേരളത്തിൽ ഒരുപാട് മഹല്ലുകളിൽ ഈ കെയുടെ ഫത്വകൾ ഫിത്നയുണ്ടാക്കിയിട്ടുണ്ടെന്നും എഴുതിയതും കേരള ജനത മറക്കുകയില്ല. 1985 മെയ് 13 സാക്ഷാൽ നാസ്തിക മൗലവി പബ്ലിഷറായിട്ടുള്ള ഹിക്മത്ത് വീക്കിലിയിൽ ശംസുൽ ഉലമ ഉത്തരാശയക്കാരെ കൂട്ടുപിടിച്ചതുകൊണ്ടോ തൃശൂരിൽ ജില്ലാ ഖാലിയാകാൻ പോയിട്ടോ വില്ലേജ് ഖാലി പോലും ആകാൻ സാധിക്കാതെ വന്നതെന്നോ? പൊന്നു നാസ്തിക മൗലവി, താങ്കൾ തന്നെ എഴുതിവിട്ടതും കേരള ജനത മറക്കുകയില്ല. 1984 ജൂലൈ 15 മാപ്പിള നാട്ടിലൂടെ ശംസുൽ ഉലമയെ രാഷ്ട്രീയത്തുൽ ഉലമ എന്ന് പരിഹസിച്ചെഴുതിയതും കേരള ജനത മറക്കുകയില്ല. 1986 ആഗസ്റ്റ് 6 അൽ മുബാറക്കിലൂടെ സമസ്തയുടെ 40 മുശാവറ മെമ്പർമാരെയും ആലിബാബയോടും 40 കള്ളന്മാരോടും ഉപമിച്ച് എഴുതിയതും ആരായിരുന്നുവെന്ന് ഫലങ്ങൾ അനുഭവിക്കുന്നതിനു മുമ്പ് നിങ്ങൾ സ്വയമൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്രകാരമുള്ള ഫലത്തെക്കുറിച്ചാണ് സാമ്പത്തിക രംഗത്ത് തിരിമറി നടത്തിയ കാരണത്താൽ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ പണ്ഡിതന്മാർക്കും സയ്യിദന്മാർക്കുമെതിരെ കൊഞ്ഞനം കുത്താൻ ശ്രമിക്കുന്നവനോടും കൂട്ടാളികളോടും ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് വിശദീകരിച്ചത്. യഥാർത്ഥ ദീനിന്റെ ശത്രുക്കൾ ഏത് വിഭാഗം നാം പരിശോധിച്ചാലും അവർക്കിവിടെ കുറ്റപ്പെടുത്താനും ആക്ഷേപിക്കാനും അല്ലെങ്കിൽ കൊള്ളരുതാത്തവരായി ചിത്രീകരിക്കാനും അവർ തെരഞ്ഞെടുക്കുന്നത് ദീനിന്റെ ഉലമാവിനെയാണ്. അതുകൊണ്ട് തന്നെ ദീനിന്റെ ഉലമാവിനെ ഇങ്ങനെ പച്ചമാംസം തിന്നുന്നത് വളരെ അപകടമാണെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു. സ്വന്തം മാതാപിതാക്കളെ ആദരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരോട് മോശമായി പെരുമാറുക, അവരെ വെറുപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ അപകടമാണെന്ന് പറയുന്ന അതേ ഉലമാവ് തന്നെ പറയുന്നു. എന്നാൽ ഉലമാവിനെ നിന്ദിക്കുക, അവരെ അനാദരിക്കുക എന്ന് പറയുന്നത് സ്വന്തം മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതിനേക്കാൾ അപകടമാകുന്നു. കാരണം എന്താണ് വ്യത്യാസം? ഇവർക്ക് തൗബക്കുള്ള തൗഫീക്ക് വരെ ഇല്ലാതെയായിപ്പോകും.
മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് വലിയ കുറ്റമാണെങ്കിലും തൗബക്കുള്ള അവസ്ഥയും ചാൻസും പാടെ ഇല്ലാതെയായി പോകുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി പറയുന്നു, എന്നാൽ അതുപോലെയല്ല ഉലമാഇനെ, വിശിഷ്യ അസാത്വികത്ത് ഉസ്താദുമാരെ നിന്ദിക്കലും അനാദരിക്കലും അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. മർക്കസ് കോംപ്ലക്സ് പണയം വെച്ചുവെന്നും കാന്തപുരം ഉസ്താദ് പലിശയ്ക്ക് കൂട്ടുനിന്നുവെന്നും പറഞ്ഞ് പടകി കുളിച്ച ആരോപണങ്ങളും വ്യാജരേഖകളും ഉയർത്തിപ്പിടിച്ച് രംഗത്തിറങ്ങാൻ ശ്രമിക്കുന്ന വിഘടിതരെ ഇദ്ദേഹത്തെ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ നേതാക്കന്മാർ തയ്യാറാക്കി കൊടുത്ത വ്യാജരേഖകളും വ്യാജ സനതുമായി നാട് മുഴുവനും നിങ്ങൾ സ്വീകരണങ്ങൾ നൽകിയതും മറക്കരുത്. ഇദ്ദേഹം ഇബ്രാഹിം ദാരിമി എന്ന വ്യാജ സഖാഫി കാരന്തൂർ സുന്നി മർക്കസിന്റെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചോ പോലീസ് പിടിയിലായപ്പോൾ മർക്കസിൽ മാപ്പ് പറയാൻ കടന്നു വന്നതും നിങ്ങൾ മറക്കരുതോ. അതുകൊണ്ട് സുന്നി കൈരളിക്കറിയാം വ്യാജരേഖകൾ പടച്ചുണ്ടാക്കുന്ന വിഷയത്തിൽ നിങ്ങൾ കഴിവ് തെളിയിച്ചവരാണെന്നോ. ഇനിയും ഞങ്ങൾ ചോദിക്കുകയാണ്, മഹാനായ കാന്തപുരം ഉസ്താദ് മർക്കസ് കോംപ്ലക്സ് പണയം വെച്ചതായും പലിശച്ചു കൊടുത്തതായും വ്യക്തമായ വല്ല രേഖയും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമാണോ? പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന വിഘടിതരെ ഒരിക്കൽ കൂടി നിങ്ങളുടെ പണയവും പലിശയുമെന്ന പച്ചക്കള്ളം സുന്നി കൈരളി 6 അടി മണ്ണിൽ കുഴിച്ചു മൂടുകയാണ്. മർക്കസു സഖാഫത്ത് സുന്നിയുടെ കീഴിലും അതിന്റെ സഹായത്താൽ ഒരുപാട് സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ മർക്കസിന്റെ സഹകരണത്തോടുകൂടി തന്നെയാണ് നടത്തുന്നത്. അങ്ങനെ നടക്കുന്നതിനിടയിൽ നമ്മുടെ കേരളത്തിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജും അതുപോലെ ഡെന്റൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തീരുമാനം വരുന്നു എന്ന് കേട്ടപ്പോൾ നമുക്ക് മർക്കസിന്റെ കീഴിൽ അങ്ങനെ ഒന്ന് എടുക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിന് അങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉയർന്നു വരുന്നതിൽ വേറെ ആരും പരിശ്രമിക്കാത്ത സ്ഥിതിക്ക് നാം തന്നെ പരിശ്രമിക്കുന്നത് നല്ലതാണെന്നതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടാകുമോ? അങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സജീവ പ്രവർത്തകന്മാരായ KM റഹീം സാഹിബ് ചെയർമാനായി അവർ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ചേളാരിയിൽ രജിസ്റ്റർ ചെയ്ത് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ആ ട്രസ്റ്റിൽ കാന്തപുരം ഉസ്താദിന്റെ മകനെയും അവർ ഉൾപ്പെടുത്തിയിരുന്നു. ഈ മർക്കസ് അതിനുവേണ്ടി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടില്ല. അങ്ങനെ ട്രസ്റ്റ് രൂപീകരിച്ച് അവർ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഉസ്താദിന്റെ അടുക്കൽ മർക്കസ് മുഖേന ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്നാവശ്യപ്പെട്ടു. ഉസ്താദിന് സാമ്പത്തികമായി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോ ഉസ്താദിനോട് നിങ്ങൾ കുറെ ഷെയർ പരിചയമുള്ളവർക്കൊക്കെ വാങ്ങിത്തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വേറെ ഏതെങ്കിലും ഒരു ട്രസ്റ്റ് പോലെയല്ല ഈ ട്രസ്റ്റ്. നമ്മുടെ ഈ ട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. രജിസ്റ്ററിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും വരുമാനമുണ്ടെങ്കിൽ അത് സാധുക്കൾക്ക് ഉള്ളതാണ്, ഒരു വ്യക്തിയുടെയും കീശയിലേക്ക് പോകാനുള്ളതല്ല. ഇതൊരു ബിസിനസ്സിന് വേണ്ടിയാണ് എന്ന ധാരണ പരത്താൻ വേണ്ടിയുള്ള ശ്രമമുണ്ട്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങോട്ട് പറയാം, ഇത് പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. ഇത് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഇതിന്റെ ഒരു വരുമാനവും ഒരു വ്യക്തിയുടെയും കീശയിലേക്ക് പോകാൻ വകുപ്പില്ല. ഞങ്ങൾ ഒരിക്കലും തന്നെ ഞങ്ങളെ കീശയിലേക്ക് വരാൻ വകുപ്പുള്ള ഒരു പരിപാടിയിലും ഞങ്ങൾ ഭാഗവാക്കാകാറില്ല. മറിച്ച് സമൂഹത്തിനുള്ളതിൽ മാത്രമേ ഞങ്ങളും ഞങ്ങൾ ഉസ്താദുമാരും അതുപോലെ ഞങ്ങളെ പ്രവർത്തകന്മാരും ശ്രമിക്കാറുള്ളൂ. ഇരിക്കട്ടെ, അങ്ങനെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് അവർ പ്രവർത്തനം ആരംഭിച്ചു. അതിനുശേഷം ഉസ്താദിനെ സമീപിച്ച് സഹായം പറഞ്ഞു. ഉസ്താദ് എനിക്ക് സാമ്പത്തികമായി സഹായിക്കാൻ കഴിയില്ല. അവർ പറഞ്ഞു കുറെ ആളെ ഷെയർ പിരിച്ച് വാങ്ങിത്തരണം. ഉസ്താദ് പലരോടും പറഞ്ഞ് ഷെയർ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഭാഗത്തൊക്കെ തന്നെ എനിക്ക് പരിചയമുള്ള ചിലരോട് ഉസ്താദ് പറഞ്ഞ് ഷെയർ വാങ്ങിയത് എനിക്കറിയാം. അങ്ങനെ ഷെയർ വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ 5 കോടി ഉറുപ്പികയോളം അവിടെ ചെലവഴിച്ച്, അവിടെ പല വിഷയത്തിനുമായി ചെലവഴിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ അംഗീകാരങ്ങളും കിട്ടി.